ഗൈസ്, സമയം രാവിലെ 5:27. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഞാൻ ഉദിക്കുന്നത് അപൂർവത്തിൽ അപൂർവമാണ്. എങ്കിലും ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് രാവിലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ 5:41 ഇറങ്ങുവാണ് ഒരു സ്ഥലം വരെ പോകാൻ. ഓഡോമീറ്റർ ഏകദേശം 52,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ 0 സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ കാണാനായിട്ട് പോവാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ സർപ്രൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ നമ്മൾ നാട്ടിലേക്ക് പോവാം. ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ സുഖകരമായി അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോയപ്പോഴേ തോന്നി എന്തെങ്കിലും പണി വരുമെന്ന്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 29 മിനിറ്റ് 32 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് താഴെ കണ്ടില്ലേ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുന്നത്. ഇത് ഞാൻ ഈ അടുത്തായിട്ട് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. എപ്പോഴല്ല വല്ലപ്പോഴും നമ്മൾ സ്പോർട്ട് മോഡിലാണ് വണ്ടി ഇടുന്നതെങ്കിൽ സ്പോർട്ട് മോഡിലിട്ട് കുറച്ചു നേരം ഒരേ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സാധനം സിറ്റി മോഡിലേക്കായിട്ട് ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുകയും ചെയ്യും. അതിനുശേഷം വണ്ടി ലിംബ് ഹോം മോഡിലേക്ക് പോകും. അതായത് ഒരു 20-25 കിലോമീറ്റർ മുകളിൽ സ്പീഡിൽ പോവില്ല വണ്ടി. അതിനുശേഷം നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ടൊന്ന് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് അവിടെ കിടക്കും. പക്ഷെ വണ്ടി ഓടും, കുഴപ്പമൊന്നുമില്ല. സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ടാറ്റ വണ്ടികൾക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കോമൺ ആണോ, ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒക്കെ ഇത്ര നിസ്സാരമാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇത് ഒരു ടാറ്റ വണ്ടി ഉപഭോക്താവിന് സ്ഥിരമുള്ളൊരു പരിപാടിയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ആണ്. ഇത് സേലം കോയമ്പത്തൂർ ഹൈവേ, സേലം കോയമ്പത്തൂരിലല്ലോ, ഹൊസൂർ ഹൈവേ ആണ്. സോ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി. ആഹാ, എന്ത് നല്ല കാഴ്ച! ഇതിപ്പോൾ ഏത് വണ്ടി എങ്ങടേക്കാണ് പോകുന്നതെന്ന് ഒരുത്തനും ഒരു പിടിയുമില്ല. എൻ്റെ അമ്മയെ തട്ടലും മുട്ടലും ട്രാഫിക്കിനൊക്കെ ശേഷം വിശാലമായ ഒരു റോഡ് കിട്ടി. ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്നാലും വ്യൂ ആസ്വദിച്ച് വെച്ച് പിടിച്ചു. മഴക്കാറുണ്ടെങ്കിലും മുന്നിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ നമ്മൾ 100 കിലോമീറ്റർ കിടന്നു. ചെക്ക് എഞ്ചിൻ ലൈറ്റിന് ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇവിടെ ഇരുന്നാണ്, ഹോട്ടലിലൊന്നും അല്ല. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നുമില്ല, 5 ബോയിൽഡ് എഗ്സ്, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. എൻ്റെ പൊന്നു ബ്രോ, സർവീസിന് അയക്കണം അവിടെ കാണുന്നില്ലേ? വണ്ടി ഒന്ന് കൊണ്ട് സർവീസിന് കൊടുത്തൂടെ? എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, 45,000 കിലോമീറ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്ത് ഇറക്കിയ വണ്ടി പിന്നെയും ഒരു 10,000 പോലും തികയാതെ സർവീസിന് വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന റോഡാണ് നമ്മുടെ, ഇത് റായക്കോട്ടയിൽ നിന്ന് ഡയറക്റ്റ് കൃഷ്ണഗിരിക്ക് പോകുന്ന പുതിയൊരു ഹൈവേ ആണ്. ഇത് മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ടില്ല, കുറച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി ട്രൈ ചെയ്ത് ഹൈവേന്ന് നമ്മൾ കുറച്ച് ഡീവിയേഷൻ എടുക്കണം. കുറച്ച് കുണ്ടും കുഴിയൊക്കെയുള്ള വഴിയുണ്ട്. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 10-50 കിലോമീറ്ററോളം നല്ല രസമായിട്ട് ഓടിച്ച് പോകാൻ പറ്റും. കോപ്പിറൈറ്റ് സോങ് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. റൈഡ് ഹൈവേ ചായ അന്തസ്. ബൈ ദ ബൈ, അത് കാപ്പിയായിരുന്നു. ഞാനല്ല ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനി നമുക്ക് ആ ഒരു വ്യക്തിയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അൺബോക്സ് ചെയ്യാനുള്ള ആള് താഴെ ഇരിക്കുകയാണ്. ആളിപ്പോൾ വരും. ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ആളെ വിളിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ അനിയത്തി തക്കുടു. അന്നേ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ. നമ്മുടെ തക്കുടു സ്റ്റുഡിയോ എന്താ ചെയ്യാൻ, സ്റ്റുഡിയോനെ ഉടുക്കാനോ അല്ല, അതിനെന്താ പറയാ, റിവ്യൂ. അപ്പൊ തക്കുടു സ്റ്റുഡിയോ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതെന്താ? ഏയ് അങ്ങനെയല്ല, ഞാൻ ടേപ്പൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. നീ പൊക്കിയാ മാത്രം മതി. എന്റെ പൊന്നോ, ഇത് പിന്നെയും കിട്ടി. ബ്രോ കിട്ടിയാണ്. ഹായ് ബ്രോ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. സൂപ്പർ. 1 മില്യൺ സബ്സ്ക്രൈബറിന്
കിട്ടിയ സമ്മാനം നീ എന്താ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യണത്? ആ പ്ലേ ബട്ടൺ കാണണല്ലേ അപ്പൊ? ഇത് കാണിച്ചു കൊടുക്കണല്ലേ? കാണിച്ചു കൊടുക്ക്. ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, കണ്ടില്ല അല്ലേ? സൂപ്പർ. അത് ശരി. ഏയ്, എന്താ പ്രേക്ഷകരോട് നിനക്ക് പറയാനുള്ളത്? കപ്പ് കിട്ടിയ കോട്ടനമേട്ടന് ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. മെഡലിനാണോ നീ നന്ദി അറിയിച്ചേ? ഇനി ഇതുപോലെ വേണം കപ്പ് കേപ്പ് കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടില്ലേ? ഇനി ഞാൻ കൊണ്ടുപോക്കോട്ടെ? വേണ്ട വേണ്ട, അതെന്താ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? യെസ്, പറയൂ, എന്താണ് വായിക്കാൻ പോണേ? പ്രിയപ്പെട്ടനാണ് കളക്ടക് ന്യൂടെക് ഓക്കെ. ഫോർ ബേക്കിംഗ് ഫോർ ബേക്കിംഗ് ഫോർ പാസിംഗ്. ഫോർ ബാക്കിംഗ് 1 million കപ്പ് പേപ്പർ ാണ്. അങ്ങനെ ചെക്ക് എഞ്ചിൻ ലൈറ്റും കത്തിച്ച് 500 കിലോമീറ്റർ ഓടിച്ചു വന്ന് ഫൈനലി പ്ലേ ബട്ടൺ കൈക്കിൽ കിട്ടി. അത് അൺബോക്സും ചെയ്തു. സോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്കാണ് ഏറ്റവും ആദ്യം താങ്ക് യു പറയേണ്ടത്. എന്തായാലും അങ്ങ് USA-യിൽ നിന്ന് ഒരു പാർസലും കൂടി എത്തിച്ചു തന്നതിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ആൻഡ് ബൈ ദ വൈ, ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇപ്പോൾ ഓഫായി, നോർമലായി, വണ്ടി സ്മൂത്താണ്, സെറ്റാണ്, പവറാണ്. ബൈ.